നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്രതവിശുദ്ധിയിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. നാടെങ്ങും വിവിധ പരിപാടികൾ നടന്നു. രജിസ്ട്രേഷൻ വകുപ്പ് നടപ്പിലാക്കുന്ന പുത്തൻ പരിഷ്കരണങ്ങൾക്കെതിരെ പ്രതിഷേധം. ആധാരമെഴുത്ത് അസോസിയേഷൻ കൺവെൻഷൻ നടന്നു. പുല്ലൂർ പെരിയയിൽ ഉദയനഗർ റോഡ് തകർന്നു. തകർന്ന റോഡിൽ ജനങ്ങൾക്ക് ദുരിതയാത്ര. YMCAയുടെ വാക്ക് വിത്ത് സിവിൽ സർവന്റ് പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കാഞ്ഞങ്ങാട്ട് അനുമോദനം. സ്നേഹാലയത്തിലെ അന്തേവാസികൾക്കൊപ്പം ദുബായ് KMCC പ്രവർത്തകരുടെ പെരുന്നാൾ ആഘോഷം. വാർത്തകൾ വിശദമായി. പുണ്യമാസത്തിന്റെ വിശുദ്ധിയിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. നാടെങ്ങും പെരുന്നാളിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. പുണ്യമാസത്തിന് വിട നൽകി ഇസ്ലാം വിശ്വാസികൾ ശനിയാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. റംസാനിലെ പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ നേടിയെടുത്ത ആത്മചൈതന്യത്തിന്റെ നിറവിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. 30 ദിവസം വ്രതമനുഷ്ഠിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലും അതിലുമേറെ റംസാനിൽ ഒരു വെള്ളിയാഴ്ച കൂടി ലഭിച്ചുവെന്ന നിർവൃതിയിലുമാണ് ഇത്തവണ വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിച്ചത്. പെരുന്നാളിന് മുന്നോടിയായി വിശ്വാസികൾ ഫിത്തർ സക്കാത്ത് വിതരണം പൂർത്തിയാക്കി. ജീവിച്ചിരിക്കുന്ന എല്ലാവരും ദാനം ചെയ്യണമെന്നത് നിർബന്ധമാക്കിയതാണ് ഫിത്തർ സക്കാത്തിലൂടെ പാലിക്കപ്പെടുന്നത്. പെരുന്നാൾ ദിനത്തിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ലെന്നതാണ് ഫിത്തർ സക്കാത്ത് നൽകുന്ന മറ്റൊരു സന്ദേശം. മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പള്ളികളിൽ നിന്നും മുസ്ലിം വീടുകളിൽ നിന്നും തക്ബീർ ധ്വനികൾ മുഴങ്ങുകയുണ്ടായി. കാരുണ്യവാനായ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനുള്ള സുദിനങ്ങൾ പ്രാർത്ഥനാ നിർഭരമായി പൂർത്തിയാക്കിയ വിശ്വാസികൾ പെരുന്നാൾ ദിനാഘോഷം കൂടി കഴിയുമ്പോൾ ജീവിതം ശുദ്ധീകരിക്കാനായതിന്റെ സന്തോഷത്തിലാണ്. പെരുന്നാൾ ദിനത്തിൽ പള്ളികളിലും ഈദ്ഗാഹുകളിലും കൂട്ടപ്രാർത്ഥന നടന്നു. നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനയിൽ പങ്കുചേർന്നത്. സത്യവിശ്വാസികൾ എല്ലാവരും ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത്. വ്രതാനുഷ്ഠാനം എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നുവോ നാം ഓരോരുത്തരും നിർവഹിച്ചത്, ആ ലക്ഷ്യം തുടർന്നുള്ള ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പാലിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ, നോമ്പിൽ നിന്നും പൂർണ്ണമായി വിരാമം ഇടുന്ന ആഘോഷം. സത്യവിശ്വാസിക്ക് 2 സന്തോഷമുണ്ട്. ഒന്ന്, നോമ്പ് മുറിക്കുമ്പോൾ ഉള്ള സന്തോഷം. അതിനാണ് ഇൻദൽ ഫിത്റ എന്ന് പറയുന്നത്. ഈദുൽ ഫിത്തർ എന്നത് നോമ്പിന്റെ പൂർണ്ണമായ വിരാമമാണ്. ആ ദിവസം സത്യവിശ്വാസികൾ ആഹ്ലാദപ്പെടുന്നു. പെരുന്നാൾ ആഘോഷിക്കാൻ വീടുകളിൽ കുടുംബാംഗങ്ങൾ ഒത്തുകൂടി. ഇതര സമുദായങ്ങൾക്കുൾപ്പെടെ ഈദുൽ ഫിത്തർ ആശംസകളും വിഭവങ്ങളും നൽകുകയുണ്ടായി. പെയ്തൊഴിയാത്ത മഴയിലും നാടെങ്ങും വിപുലമായ പെരുന്നാൾ ആഘോഷങ്ങൾ നടന്നു. പെരുന്നാൾ ആഘോഷലഹരിയിൽ കാസർഗോഡ് നഗരം. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. ഒരു പുണ്യത്തിന് 70 ഇരട്ടിയിലേറെ പ്രതിഫലമുള്ള വിശുദ്ധ മാസത്തിന്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ടാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിലേക്ക് കാലെടുത്തു വെച്ചത്. നോമ്പ് പകർന്നു നൽകിയ വെളിച്ചം തുറന്നുള്ള ദിനങ്ങളിലും ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വാസികൾ മനസ്സിൽ ഉറപ്പിച്ചു പറഞ്ഞു. 30 നോമ്പും കിട്ടിയതിന്റെ ആഹ്ലാദത്തിലായിരുന്നു വിശ്വാസികൾ. പുത്തനുടുപ്പണിഞ്ഞ് തക്ബീർ ചൊല്ലി പള്ളിയിലെത്തിയവർ പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും പങ്കുവച്ചു. കാസർകോട്ടെ ഈദ്ഗാഹുകളിലും പള്ളികളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മാലിക് ദീനാർ വലിയ ജമാഅത്ത് പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഖത്തീബ് അബ്ദുൽ മജീദ് ബാഖവി നേതൃത്വം നൽകി. മസ്ജിദ് അസനത്ത് ജാരിയ, തായലങ്ങാടി ജുമാ മസ്ജിദ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മുബാറക് ജുമാ മസ്ജിദ്, പുതിയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള സുന്നി സെന്റർ മസ്ജിദ്, അബൂബക്കർ സിദ്ദീഖ് മസ്ജിദ് തുടങ്ങിയ പള്ളികളിലെല്ലാം വൻ തിരക്ക് അനുഭവപ്പെട്ടു. ഈദ്ഗാഹുകളിലേക്കും നിരവധി പേരാണ് നമസ്കാരത്തിനായി എത്തിയത്.
നിസ്കാരത്തിന് മുമ്പ് ഓരോ പള്ളിയിലും ഇമാമുമാരുടെ ഉത്ബോധന പ്രഭാഷണങ്ങളും ഉണ്ടായിരുന്നു. നോമ്പ് പകർന്ന വെളിച്ചം ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് ഇമാമുമാർ ഓർമ്മിപ്പിച്ചു. അതുവഴി സ്വർഗപ്രവേശനവും ഉറപ്പുവരുത്താൻ അരമുറക്കി പണിയെടുത്ത സത്യവിശ്വാസികൾക്ക് തികച്ചും സന്തോഷിക്കാനുള്ള വകയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈദുൽ ഫിത്ർ സമ്മാനിച്ചിട്ടുള്ളത്. നിസ്കാരം കഴിഞ്ഞ ശേഷം ബന്ധുവീടുകൾ സന്ദർശിച്ച് സൗഹാർദ്ദം പുതുക്കാനായിരുന്നു ഓരോരുത്തരും സമയം കണ്ടെത്തിയത്. രജിസ്ട്രേഷൻ വകുപ്പ് നടപ്പിലാക്കുന്ന പുത്തൻ പരിഷ്കരണങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യം ആധാരമെഴുത്ത് അസോസിയേഷൻ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ചു. ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പുതിയ പരിഷ്കാരങ്ങൾ രജിസ്ട്രേഷൻ വകുപ്പ് പിൻവലിക്കണമെന്ന ആവശ്യമുയർത്തി കാസർഗോഡ് ജില്ലാ ആധാരമെഴുത്ത് അസോസിയേഷന്റെ സ്പെഷ്യൽ ജനറൽ ബോഡി യോഗം നടന്നു. ജില്ലയിലെ ചില സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ആരംഭിച്ച ആധാരങ്ങളിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സാങ്കേതിക തകരാറുകൾ മൂലം നഷ്ടപ്പെടുന്നതിനാൽ പുത്തൻ പരിഷ്കരണങ്ങൾ പിൻവലിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് കൃഷ്ണസ്വാമി പിള്ള യോഗം ഉദ്ഘാടനം ചെയ്തു. ഞാൻ സുരേന്ദ്രനെ ഫോണിൽ വിളിച്ചു. ആവശ്യപ്പെടേണ്ട കാര്യങ്ങളെല്ലാം അയാളോട് പറഞ്ഞു നോക്കി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സുരേന്ദ്രനാണ് എന്നെ വിളിച്ചിട്ട് അനിൽകുമാർ മരണപ്പെട്ടു എന്ന് പറയുന്നു. ആ മരണം തന്നെ ഒരു വേറിട്ട മരണമാണ്. അയാൾക്ക് എന്തെങ്കിലും ശാരീരികമായ മാനസികമായ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോകാനുള്ള പരിശ്രമത്തിനിടയിലാണോ മരിച്ചത് എന്ന കാര്യവും സംശയമാണ്. കാരണം ഓഫീസിൽ സാധാരണ പോകുമ്പോൾ അയാൾ ഉപയോഗിക്കുന്ന വാച്ച് അന്ന് എടുത്തിരുന്നില്ല, കഴുത്തിൽ ഉപയോഗിക്കാറുള്ള ചെയിൻ അയാൾ എടുത്തില്ല, പോക്കറ്റ് കൊണ്ടുപോയി നടക്കാറുള്ള പേഴ്സ് അയാൾ വാങ്ങിക്കെടുത്തിട്ടില്ല, പാൻസിന് പകരം അന്ന് മുണ്ടും ഷർട്ടുമായിരുന്നു വേഷം. ജില്ലാ പ്രസിഡന്റ് സുനിൽ കുമാർ കൊട്ടറ അധ്യക്ഷനായി. MP ഉണ്ണികൃഷ്ണൻ, PP വത്സലൻ, V ശങ്കരൻ നമ്പൂതിരി, V മാധവൻ നായർ, PP കുഞ്ഞികൃഷ്ണൻ, K നാരായണി, K ലീല, A ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി PR കുഞ്ഞരാമൻ സ്വാഗതവും AV ശശിധരൻ നന്ദിയും പറഞ്ഞു. നീലേശ്വരം തൈക്കടപ്പുറം മുസ്ലിം ലീഗ് ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടിയും റിലീഫ് വിതരണവും സംഘടിപ്പിച്ചു. തൈക്കടപ്പുറം ഫ്രൈഡേ ക്ലബ്ബ് പരിസരത്തായിരുന്നു അനുസ്മരണ ചടങ്ങുകൾ നടന്നത്. അനുസ്മരണ യോഗം മുസ്ലിം ലീഗ് നീലേശ്വരം മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് കോട്ടപ്പുറം ഉദ്ഘാടനം ചെയ്തു. അത് ഈ ജനസമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ എല്ലാവരും അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയത്തിൽ അതീതമായി, മതചിന്തകൾക്ക് അതീതമായി എല്ലാ മനസ്സുകളും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി, എല്ലാ സ്നേഹങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഒരു സമൂഹത്തെ, ഒരു രാജ്യത്തെ നന്നാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കുമോ ആ ശാസ്ത്രീകരണത്തിന് വേണ്ടിയാണ്. മുസ്ലിം ലീഗ് തൈക്കടപ്പുറം ശാഖാ സെക്രട്ടറി കുഞ്ഞിമൊയ്തീൻ കുട്ടി ഹാജി അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം CK മാണിയൂർ റിലീഫ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രിക കോർഡിനേറ്റർ അബ്ദുൽ റസാഖ് തായിലക്കണ്ടി ചികിത്സാ ധനസഹായ വിതരണം നിർവഹിച്ചു. അബ്ദുൽ റഹ്മാൻ ഹാജി, K സൈനുദ്ദീൻ ഹാജി, ഇബ്രാഹിം പറമ്പത്ത്, EK മുസ്തഫ, K അബ്ദുൽ റഹ്മാൻ, K മഹമ്മൂദ്, നഫാസ് തായലക്കണ്ടി എന്നിവർ സംസാരിച്ചു. വ്യത്യസ്തമായ പെരുന്നാൾ ആഘോഷവുമായി ചെമ്മനാട് CH സെന്റർ പ്രവർത്തകർ. ചെമ്മനാട് CH സെന്റർ പ്രവർത്തകർ കാസർഗോഡ് ഗവൺമെന്റ് ആശുപത്രി രോഗികളുടെ കൂടെ പെരുന്നാൾ ആഘോഷിച്ചു. 500ഓളം വരുന്ന രോഗികൾക്ക് ഭക്ഷണം നൽകി. മുൻ മന്ത്രിയും CH സെന്ററിന്റെ പ്രസിഡന്റുമായ CT അഹമ്മദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ രോഗിയുടെ കൂടെ ഭക്ഷണം കഴിച്ചാണ് പെരുന്നാൾ ആഘോഷിച്ചത്.
മുജീബ് റഹ്മാൻ, KP നിയാസ്, ഖാദർ കുന്നിൽ, TTM ജമാൽ, CM മുസ്തഫ, മധുർ മുനീർ, A താജു, PM അബ്ദുള്ള, CH സാജു, MA സിദ്ദിഖ്, CM മനാസ് എന്നിവരും നേതൃത്വം നൽകി. പാവപ്പെട്ട രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകി അവരുടെ കൂടെ പെരുന്നാൾ ആഘോഷിച്ച ചെമ്മനാട് CH സെന്റർ പ്രവർത്തകർ നാട്ടിന് മാതൃകയാവുകയാണ്. CH സെന്ററിൻ്റെ ഭാരവാഹികളും അതുപോലെ കമ്മിറ്റി അംഗങ്ങളും എല്ലാം തന്നെ ഇന്ന് ആരും തന്നെ അവരുടെ സ്വന്തം വീട്ടിൽ വെച്ചല്ല ഭക്ഷണം കഴിച്ചത്. ഇന്ന് പാവപ്പെട്ട രോഗികളോടൊപ്പം ഭക്ഷണം കഴിക്കണം എന്ന് വളരെ നേരത്തെ തീരുമാനിക്കുകയും ഈ പാവപ്പെട്ട രോഗികളോടൊപ്പം ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ ഈ രോഗികളോടൊപ്പം അല്പം ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കുവാനും ഇനി ഭാവിയിൽ കുറേ കൂടി CH സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട സേവനം ചെയ്യാൻ ആവശ്യമായ നടപടികളുമായി CH സെൻ്റർ മുന്നോട്ട് പോവുകയാണ്. കരാറുകാരൻ ഉപേക്ഷിച്ചു. പുല്ലൂർ പെരിയയിൽ ഉദയനഗർ കൊടവലം റോഡ് തകർന്നു. തകർന്ന റോഡിലൂടെ ജനങ്ങൾക്ക് ദുരിതയാത്ര. റോഡ് പ്രവൃത്തിക്കായി നിർമ്മാണ സാമഗ്രികൾ ഇറക്കി മാസങ്ങൾ പിന്നിട്ട ഉദയനഗർ കൊടവലം റോഡിൽ ജനങ്ങൾക്ക് കടുത്ത യാത്രാ ദുരിതം. സാധന സാമഗ്രികൾ ഇറക്കിയിട്ട് സ്ഥലം വിട്ട കരാറുകാരൻ തിരിഞ്ഞു നോക്കാതെ പോയതോടെ ദുരിതത്തിലായത് പ്രദേശത്തെ യാത്രികർ. നിത്യേന 14ഓളം ട്രിപ്പുകളുമായി 2 സ്വകാര്യ ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. ഉദയനഗർ ഹൈസ്കൂൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. പാണത്തൂർ റോഡുമായി ബന്ധപ്പെടുന്ന പടാങ്ങോട്ട് പാലം തുറന്നതോടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. സാധന സാമഗ്രികൾ ഓവുചാലിന് മുകളിൽ ഇറക്കിയ കരാറുകാരൻ മാസങ്ങൾ പിന്നിടുമ്പോഴും അത് നീക്കാൻ തയ്യാറായിട്ടില്ല. മഴ കനത്തതോടെ വെള്ളം റോഡിലൂടെ കുത്തിയൊഴുകി തകർച്ച പൂർണ്ണമാക്കിയിട്ടുണ്ട്. റോഡ് തകർന്ന് ഇല്ലാതാവുമ്പോഴും ഓവുചാലുകൾ ശുചീകരിക്കാൻ നടപടിയായിട്ടില്ല. മിക്കയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ കാൽനടയാത്ര ചെയ്യുന്ന റോഡിലെ വെള്ളക്കെട്ട് മൂലം ദുരിതം കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. റോഡ് തകർന്നതുമൂലം ബസ് സർവീസ് നടത്താൻ വളരെ ബുദ്ധിമുട്ട് നേരിടുന്നതായി ശ്രീലകം ബസ് ഡ്രൈവർ സുധീഷ് പറഞ്ഞു. റോഡിന്റെ അരികിടിഞ്ഞു കിടക്കുന്നതിനാൽ അപകട സാധ്യത ഏറെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മളെ അവസ്ഥ വളരെ കഷ്ടപ്പാടാണ്. ഒരു സൈഡ് കൊടുക്കുന്ന 1/2 കിലോമീറ്റർ റിവേഴ്സ് വരേണ്ടി വരും. പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് കിള കയറിയിട്ടുണ്ട്. ഇതുവരെ നന്നാക്കാൻ വേണ്ടി ഇവർ തയ്യാറായില്ല. മഴ വായിക്കുമ്പോൾ വെള്ളം ഫുള്ള് റോഡിലെ കുത്തിയൊലിക്കുകയാണ്. ഫുള്ള് പോയിട്ടാണല്ലേ ഇപ്പോൾ. ഉടനെ ഇതിനൊരു നടപടി ചെയ്തിട്ട് നല്ല റോഡാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ പ്രധാന പാതയായിട്ടും റോഡിന്റെ തകർച്ചയ്ക്ക് പരിഹാരമൊരുക്കാൻ അധികൃതരാരും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. കരാറുകാരൻ കാട്ടിയ ഉപേക്ഷയിലൂടെ ജനങ്ങൾ ദുരിതയാത്ര ചെയ്യുമ്പോഴും പരിഹാര നടപടിയൊന്നും എടുക്കാതെ ബന്ധപ്പെട്ടവർ കണ്ണടക്കുകയാണ്. ക്യാമറാമാൻ ദിനേശനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. YMCAയുടെ നേതൃത്വത്തിൽ വാക്ക് വിത്ത് സിവിൽ സർവന്റ് പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരെ അനുമോദിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ഇവർക്കുള്ള സൗജന്യ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും നടന്നു. വാക്ക് വിത്ത് സിവിൽ സർവന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള അനുമോദനം YMCAയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഇവർക്കുള്ള സൗജന്യ പരിശീലന പരിപാടിയും ഉദ്ഘാടനവും നടന്നു. YMC കേരള റീജിയണൽ ചെയർമാൻ ലബി ഫിലിപ്പ് മാത്യു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ഗ്രാമങ്ങളെ സ്വപ്നം കാണുന്നു, ഇന്ത്യയുടെ ഗ്രാമങ്ങളുടെ വികസനം സ്വപ്നം കാണുന്നു. അവിടെയാണ് YMCA വാക്ക് വിത്ത് സിവിൽ സർവന്റ് പദ്ധതിക്ക് കൈകോർക്കുന്നത്. ലോക പ്രശസ്തമായ 3Q മെന്റേഴ്സ് എന്ന് പറയുന്ന വലിയ സ്ഥാപനം കാനഡ ബേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ കമ്പനിയാണ്. ലോകത്ത് തന്നെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കൈകോർക്കുകയാണ് ഈ 3 പ്രസ്ഥാനങ്ങളിലൂടെ. അവിടെയാണ് ഇന്ന് എന്റെ മുമ്പിലിരിക്കുന്ന 30 പ്രതിഭകൾ. ഞാൻ അഭിമാനത്തോടെ കാണുന്നു. വരും കാലങ്ങളിൽ രാജ്യത്തെ സേവിക്കാനുള്ള ഏറ്റവും വലിയ പ്രചാരകരും പ്രവർത്തകരുമായി നിങ്ങൾ മാറണം. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടാകും. കേരളത്തിലെ മുഴുവൻ YMCA പ്രവർത്തകരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സബ് റീജിയൻ ചെയർമാൻ ജോയി കളരിക്കാൽ അധ്യക്ഷനായി. WWCS ബ്രാൻഡ് അംബാസിഡർ MP ലിപിൻ രാജ് മുഖ്യാതിഥിയായി. ജോളി ജേക്കബ്, തോമസ് പൈനാപ്പള്ളി, മോട്ടി ചെറിയാൻ, KM തോമസ്, എൽദോ ജോർജ്, ടോമി പുത്തൻകാല തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. WWCS ജില്ലാ കോർഡിനേറ്റർ മാനുവൽ കുറിച്ചിത്താനം സ്വാഗതവും TJ സന്തോഷ് നന്ദിയും പറഞ്ഞു. അമ്പലത്തറ സ്നേഹാലയത്തിലെ അന്തേവാസികൾക്ക് ചെറിയ പെരുന്നാൾ വിഭവം ഒരുക്കി ദുബായ് KMCC CH സെന്റർ കാഞ്ഞങ്ങാട് മണ്ഡലം പ്രവർത്തകർ മാതൃകയായി. വിശക്കുന്നവന്റെ വയറു നിറയ്ക്കുന്നതിലും കരയുന്നവന്റെ കണ്ണീരൊപ്പുന്നതിലുമാണ് യഥാർത്ഥ സന്തോഷവും ആഘോഷവും എന്ന സത്യം ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ് ദുബായ് KMCC CH സെന്ററിന്റെ കാഞ്ഞങ്ങാട് മണ്ഡലം പ്രവർത്തകർ. അമ്പലത്തറ സ്നേഹാലയത്തിലെ അന്തേവാസികൾക്ക് പെരുന്നാൾ വിഭവങ്ങൾ ഒരുക്കി അവർക്കൊപ്പം പെരുന്നാൾ ആഘോഷിക്കുകയായിരുന്നു പ്രവർത്തകർ.
തുടർന്ന് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഫഹദിന്റെ വീടും സന്ദർശിച്ചു. മെട്രോ മുഹമ്മദ് ഹാജി വിഭവങ്ങൾ വിതരണം ചെയ്തു. നല്ലൊരു ദിവസമാണ്. ഞങ്ങളെപ്പോലെ നിങ്ങളെയും കുടുംബാംഗങ്ങളെ പോലെ കാണാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം എല്ലാവരും ഇന്ന് പെരുന്നാൾക്ക് അവരവരുടെ കുടുംബത്തെയും ബന്ധുക്കളെയും കാണാൻ പോകുന്നതാണ്. അതേമാതിരിയാണ് ആ ബന്ധുക്കളെ നിങ്ങളും തന്നെ കരുതിയാണ് ഞങ്ങൾ കണ്ടത്. കാരണം ദുബായ് ക്യാൻസറിന് വളരെ അഭിനന്ദിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് കാലയെ കൂട്ടി അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി തന്നെ നിങ്ങളെ കഴിപ്പിച്ചാൽ ഞങ്ങൾ പോകും. ഇന്ന് ഭക്ഷണം കഴിക്കണം കഴിക്കും എന്നുള്ള തീരുമാനമാണ് നിങ്ങൾ എടുത്തത്. അതിന് വളരെയധികം അഭിനന്ദിക്കാനതായിട്ടുണ്ട്. ബഷീർ വെള്ളിക്കോത്ത്, റഷീദ്, ബഷീർ ആറങ്ങാടി, റഹ്മത്തുള്ള, PKP മൂസ, PA റഹ്മാൻ, അക്കിം മീന പീസ്, ഹാരിസ് ബാബ നഗർ, നസീർ ഹദ്ദാദ്, നൌഷാദ് ഹദ്ദാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്ലാസ് മുറിയിലെ വിരസത വിട്ട് വയലിലിറങ്ങിയ വിദ്യാർത്ഥികൾ ഞാർ നട്ടു. ബാനം GUP സ്കൂൾ ഇക്കോ ക്ലബ്ബാണ് വയലിനെ അറിയാൻ നാടിനെയും എന്ന ഫീൽഡ് ട്രിപ്പ് ഒരുക്കിയത്. കോടോംബേളൂർ പഞ്ചായത്തിലെ മലയോര മേഖലയിൽപ്പെട്ട ബാനം സ്കൂളിലെ 30 വിദ്യാർത്ഥികളും 5 അധ്യാപകരുമാണ് ഫീൽഡ് ട്രിപ്പിന് ഇറങ്ങിയത്. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ 6ാം വാർഡിൽപ്പെട്ട ചെന്നക്കോട്ടെ CK ബാലചന്ദ്രന്റെ വയലിലാണ് ഇവർ നാട്ടിപ്പാട്ടിന്റെ ഈണത്തിൽ ഞാറ് നട്ടത്. ബാലചന്ദ്രന്റെ പിതാവ് 80 കഴിഞ്ഞ മണിയേരി കുഞ്ഞമ്പു നായർ പല പതിറ്റാണ്ടുകളിലൂടെ മാറിമറിഞ്ഞു വന്ന കൃഷിരീതികൾ കുട്ടികൾക്ക് വിവരിച്ചു കൊടുത്തു. 30 ഏക്കർ വയലിൽ നിരവധി കന്നുജോഡികളെ പൂട്ടി നിലമുഴുതും കൃഷി നശിപ്പിക്കാനെത്തുന്ന കാട്ടുപന്നികളെ തുരത്തുന്നതിനുള്ള നടന്നുകാവൽ എന്ന നാടുനീങ്ങിയ നാട്ടുകാവൽ രീതിയും ഇദ്ദേഹം കുട്ടികളെ പരിചയപ്പെടുത്തി. കൃഷി നടത്തിക്കൊണ്ടിരുന്ന കാലമാണ്. അന്ന് വേളൂറിൻ്റെ അതിർത്തി മുതൽ ഒരു 80 ഏക്കർ സ്ഥലം വരെ അച്ഛനുണ്ടായി. അതിൽ ഒരു 30 ഏക്കർ കൃഷിയാണ് എൻ്റെ അച്ഛൻ നടത്തിക്കൊണ്ടിരുന്നതാണ്. അച്ഛൻ 19 വയസ്സിൽ കൃഷി നടത്തിക്കൊണ്ട് നിന്നൊരാളാണ്. അന്ന് നടന്നു കാവലിനൊരു സ്വഭാവം ഉണ്ടായി. ഇനി മുതൽ അങ്ങേയറ്റം വരെ 3 ഗഡുക്കളായിട്ടാണ് നടക്കൽ. ഒരാൾ രാവിലെ 7 മണി മുതൽ 10 മണി വരെയും, 10 മണി മുതൽ 12 മണി വരെയും, 12 മണി മുതൽ 5 മണി വരെയാണ് അന്നേരം നടന്നു കാവലെന്ന സ്വഭാവമുണ്ട്. അന്നീൻ്റെ ശല്യം ഭയങ്കരമാണ്. അപ്പോൾ അവർ ഉറങ്ങൂല. ആ 3 പേരാണ് ഒരു രാത്രി കൊണ്ട് നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ അച്ഛൻ 17 നോത്തിൻ്റെ കാലിയാണ് ഉണ്ടായത്. 7 നോത്തിൻ്റെ പോത്തന്മാരും ബാക്കി മൂര്യന്മാരുമാണ്. മൂര്യന്മാരെന്നാണ് അന്ന് പറയുന്നത്. കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും വയലിറങ്ങിയതോടെ ഞാറുനടിയിൽ ആവേശമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്രതവിശുദ്ധിയിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. നാടെങ്ങും വിവിധ പരിപാടികൾ നടന്നു. രജിസ്ട്രേഷൻ വകുപ്പ് നടപ്പിലാക്കുന്ന പുത്തൻ പരിഷ്കരണങ്ങൾക്കെതിരെ പ്രതിഷേധം. ആധാരമെഴുത്ത് അസോസിയേഷൻ കൺവെൻഷൻ നടന്നു. പുല്ലൂർ പെരിയയിൽ ഉദയനഗർ റോഡ് തകർന്നു. തകർന്ന റോഡിൽ ജനങ്ങൾക്ക് ദുരിതയാത്ര. YMCAയുടെ വാക്ക് വിത്ത് സിവിൽ സർവന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കാഞ്ഞങ്ങാട്ട് അനുമോദനം. സ്നേഹാലയത്തിലെ അന്തേവാസികൾക്കൊപ്പം ദുബായ് KMCC പ്രവർത്തകരുടെ പെരുന്നാൾ ആഘോഷം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.